ലോകത്തിലെ ഏറ്റവും വലിയ വായനാ മത്സരമായ അറബ് റീഡിംഗ് ചലഞ്ചിന്റെ UAE പതിപ്പിൽ ചാമ്പ്യനായി ദുബായിലെ 15 വയസ്സുകാരൻ 7 ലക്ഷം വിദ്യാർത്ഥികളെയാണ് അഹമ്മദ് ഫൈസൽ അലി എന്ന ബാലൻ പരാജയപ്പെടുത്തിയത്. ഇതോടെ 50 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന വായനാ മത്സരത്തിന്റെ ഫൈനൽ റൗണ്ടിലേക്ക് അഹമ്മദ് ഫൈസൽ യോഗ്യത നേടി. ലോകത്തിലെ 50 രാജ്യങ്ങളിൽ നിന്നായി 28.8 ദശലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണ അറബ് റീഡിംഗ് ചലഞ്ചിൽ പങ്കെടുക്കുന്നത്. ഏറ്റവും വലിയ റീഡിംഗ് ചലഞ്ചിൽ UAE പ്രതിനിധീകരിക്കാനുള്ള ഭാഗ്യമാണ് അഹമ്മദ് ഫൈസൽ അലി എന്ന 15-കാരന് തേടിയെത്തിയത്. മത്സരത്തിൽ UAE പതിപ്പിൽ 7 ലക്ഷത്തോളം വിദ്യാർത്ഥികളെ പരാജയപ്പെടുത്തിയാണ് അഹമ്മദ് ഫൈസൽ അലിയുടെ വിജയം. നിശ്ചയദാർഢ്യക്കാരുടെ വിഭാഗത്തിൽ സുലൈമാൻ അൽ ഖത്തിയും വിജയിയായി. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ അഡ്വാൻസ്ഡ് ടെക്നോളജി സഹമന്ത്രി സാറ ബിന്ദു യൂസഫ് അൽ അമീരി വിജയികളെ ആദരിച്ചു. ദേശീയ തലത്തിലെ വിജയികൾ അടുത്ത റൗണ്ട് മത്സരങ്ങളിൽ പങ്കെടുക്കും. തുടർന്നാണ് 8ാമത് അറബ് റീഡിംഗ് ചലഞ്ചിന്റെ ഫൈനൽ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇത്തവണ 13% വർധനയുണ്ട്. ലോകമെമ്പാടുമുള്ള കുട്ടികളിലേക്ക് വായനയുടെ പ്രാധാന്യം എത്തിക്കാനായി UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നേതൃത്വത്തിൽ 2015 അറബ് റീഡിംഗ് ചലഞ്ചിന് തുടക്കമിട്ടത്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.